എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. ഇപ്പോൾ കറൻ്റ്ലി ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ E2 പഠിക്കുകയാണ്. ഒരു വർഷം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നേഴ്സായിട്ട്. ഞാൻ ക്രിട്ടിക്കൽ ഐസിയുവിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ജർമ്മൻ എന്നുള്ളൊരു ചോയ്സ് എനിക്ക് എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാൻ UK-യിലായിരുന്നു. ആ ഒരു ടൈമിൽ ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ ഞാൻ UK-യിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിലായതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ജർമ്മൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്, നേഴ്സുമാർക്ക് കൂടുതൽ സാലറിയും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് ജർമ്മനിയിലോട്ട് പോകാനുള്ള ഡിസിഷനിലോട്ട് ഞാൻ എത്തിയത്. അത് മാത്രമല്ല, ഇപ്പോൾ എന്ന് പറയുന്നത് UK-യിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൂടുതലും നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനി. അതേപോലെ തന്നെ UK-യിലായാലും ഇപ്പോൾ അവരുടെ കണ്ടീഷൻസ് കുറച്ച് നേഴ്സുമാർക്ക് കുറച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പിന്നെ കൂടുതൽ റഷാണ് UK-യിലുള്ളത്. അപ്പോൾ ജർമ്മനി ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായാലും നേഴ്സുമാർക്ക് വാക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ജർമ്മൻ നമ്മൾ ചൂസ് ചെയ്തത്. എല്ലാ കൺട്രീസിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇപ്പോൾ UK ആയാലും അവിടെ നഴ്സുമാർ ഓക്കെയാണ്, നഴ്സിംഗ് ജോബിൽ സെക്യൂർ ആയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ അതിലോട്ട് എത്തിപ്പെടാമെന്ന് പറയണതിന് എന്തായാലും എഫേർട്സ് വേണം. അതിപ്പോൾ UK ആയാലും ജർമ്മനി ആയാലും നല്ല രീതിയിൽ നമ്മൾ എഫേർട്സ് എടുത്ത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാനും ആ സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. A1 എക്സാം എഴുതാനുള്ള മെയിൻ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ജർമ്മനിലാണ്. അപ്പോൾ ആള് 5 ഇയേഴ്സായിട്ട് അവിടെ തന്നെയാണ്. അപ്പോൾ ഇനി ഞാനൊരു സ്ഥലത്തോട്ട് പോയിട്ട് ആളെ മൂവ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളുടെ അടുത്തേക്ക് മൂവ് ഓൺ ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ബാരിയർ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് എങ്ങനെയെങ്കിലും പഠിക്കാം, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ റെഡി ആയിരുന്നു, അത് ഫേസ് ചെയ്യാൻ റെഡി ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അപ്പോൾ വി മേക്ക് ദ ഡിസിഷൻ ടുഗദർ. ഞാൻ A1 പ്രൂഫിംഗ് എഴുതിയത് ഗോയിത്തയുടെയാണ് എഴുതിയത്. ഞാൻ തൃച്ചി എന്ന് പറഞ്ഞ സെൻറ്ററിലാണ് എഴുതിയത്. എനിക്ക് കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബാച്ചിൽ നിന്ന് തന്നെ ഞാനാണ് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നുണ്ടായിരുന്നത്. അതും ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ സാറുമാരോടൊക്കെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സാറ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് എഴുതിക്കോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം ഓക്കെയാണ്, നീ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, വെറുതെ നീ ടെൻഷൻ അടിച്ച് കളയരുത്, അത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എക്സാം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, പറ്റും എന്ന് ഞാൻ തന്നെ കുറേയൊക്കെ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. എക്സാം എഴുതി. എന്നിട്ട് എനിക്ക് വിശ്വാസമില്ല എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. 3 മൊഡ്യൂളിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. അത് ഗോഡിൻ്റെ ഗ്രേസ് ആയിരിക്കാം, അതുപോലെ പഠിപ്പിച്ച സാറുമാരുടെ ഗ്രേസ് ആയിരിക്കാം. അതേപോലെ തന്നെ ഇത്രയും നല്ല സാറുമാരെ കിട്ടണമെങ്കിൽ അത് ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണല്ലോ. എൻ്റെ ബാച്ചിനെ പഠിപ്പിക്കുന്നത് അവരാൾ സാർ എന്ന് പറഞ്ഞൊരു സാറാണ്. സാറിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേ ഓഫ് ടീച്ചിങ് ആണ് ആൾക്കുള്ളത്. ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട് നമ്മൾ ക്ലാസ്സിലിരിക്കും. ശരിക്കും നമുക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ളത് ഗ്രാമാറ്റിക് ആണ്. അപ്പോൾ ആൾ അതിൽ കുറേ ഇൻട്രാക്ഷൻസ് ഒക്കെ വെക്കും, ഗെയിംസ് അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ വെച്ച് ക്ലാസ്സിനെ മോർ ഇൻട്രാക്റ്റീവായിട്ടാണ് ആൾ ഓരോ സെക്ഷൻസും പഠിപ്പിക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് മനസ്സിലാവണില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഭയങ്കര ടീം വർക്കാണ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവ്രി വൺ അവർക്ക് എല്ലാവർക്കും ആ നോളേജ് കിട്ടണം എന്നുള്ള തോട്ടിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കാറ്. ഞങ്ങളുടെ ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ B2 എക്സാം എഴുതുമ്പോൾ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും. അത് ഞങ്ങളുടെ ഹോപ്പാണ്, അത് ഞങ്ങളുടെ സ്വപ്നമാണ്, ഡ്രീമാണ്. അത് എന്തായാലും നടക്കും. ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഗോയിത്തയായാലും ടെൽക്കായാലും നമുക്ക് നല്ല രീതിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രിപ്പറേഷൻസ് കുറയുമ്പോഴാണ് നമ്മൾ അതിൽ ഒന്ന് പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഗോയിത്ത ഞാനും കേട്ടിട്ടുണ്ട്, ഗോയിത്ത കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. എനിക്കത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. നോർമൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ഭയങ്കര ടഫാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണോ അങ്ങനെയൊന്നുമില്ല. നോർമൽ ജസ്റ്റ് എ പേപ്പർ, ആ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്.